ഈ തറവാട് കുളം തോണ്ടാൻ ഒരുത്തനെത്തി കഴിഞ്ഞു. രേണു സുധീര കൂടെ ഏവിയേഷൻ പഠിച്ച ഒരു സ്ത്രീ രംഗത്ത് വന്നിട്ടുണ്ട് സുഹൃത്തുക്കൾ. ഇത്രയും കാലം എവിടെയായിരുന്നു? ഏവിയേഷൻ പഠിച്ചു എന്ന് പുള്ളിക്കാരി പറയുന്നത് ജെന്യൂൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഞാനും കൂടെ പഠിച്ച ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ ജെന്യൂൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞത്. ബാക്കി കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. പക്ഷെ അതിനകത്ത് പുള്ളിക്കാരി പറയുന്ന പലതും പച്ചക്കള്ളങ്ങളാണ്. ഒന്ന് ഷോക്കായി ഷോക്കോ? ഞാനങ്ങോട്ട് ഇല്ലാണ്ടായി പോനെ. എന്നെ കുത്തുവാള ഇടിപ്പിച്ച നീയൊക്കെ അടങ്ങോളൂ. എന്താ ചെയ്തിരുന്നേ? ഏവിയേഷൻ കഴിഞ്ഞു. ഏവിയേഷൻ കഴിഞ്ഞിരിക്കാണ്. പിന്നെ അല്ലെങ്കിൽ ഇവർ കളിയാക്കുക. അതാ ഇതുവരെ ശരിയാണോ കിട്ടുന്നേട്ടാ? ഇതുവരെ വളരെ ശരിയാണ്. ബാംഗ്ലൂർ എയർപോർട്ടിലുണ്ടായിരുന്നു, എയർ ഇന്ത്യയിലുണ്ടായിരുന്നു, ഓക്കെ, ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. ഇവിടെ 3 പ്ലെയിൻ പിടിച്ച് അമാര് കൊണ്ടുപോയായിരുന്നു. അത്രയാണ് ചെയ്തിട്ടുള്ളത്. അതിനു മുന്നേ ഇവിടെ 3 ഉണ്ടായിരുന്നു. വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യമാണ് പറയുന്നത്. കൊള്ളാം. കാക്കക്കൂട്ടിൽ മുട്ടയിടുന്ന കള്ളക്കൊയിലിനെ ആരും ഫീനിക്സ് പക്ഷി എന്ന് വിളിക്കാറില്ല. വീഡിയോക്കകത്ത് നിങ്ങൾ വീഡിയോ ഉണ്ടല്ലോ, പുള്ളിക്കാരി പറയുന്നത് പുള്ളിക്കാരി എയർ ഇന്ത്യ, അതുപോലെ തന്നെ ട്രിവാൻഡ്രം നെടുമ്പാശ്ശേരി എയർപോർട്ട്, അതുപോലെ പല എയർപോർട്ടിലും വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കള്ളമാണെന്നാണ് എനിക്ക് പറയുന്നത്. അതെ, അത് കള്ളമാണ്. ഏവിയേഷൻ എന്ന് പറയുന്ന കോഴ്സ് പഠിക്കാൻ പോയി, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പഠിക്കാൻ പോയപ്പോ തന്നെ ഞാൻ ഒരു എയർ ഹോസ്റ്റസ് ആയി മാറി എന്ന് സ്വയമേ പറഞ്ഞു വിശ്വസിപ്പിക്കുന്ന ഒരു നാഗവല്ലി അല്ലേ? നീ എന്നെ ഇങ്ങിരുന്ന് എങ്കിലും പോക വിട മാട്ടേ. ഈ പഠിക്കുന്ന സമയത്ത് ഒരാഴ്ചത്തെ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ്. എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ആയിരുന്നു. എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് കയറി ഞങ്ങൾ ബാംഗ്ലൂരിൽ എയർപോർട്ടിൽ ചെന്നിറങ്ങുന്നു. എന്നിട്ട് അല്ലാതെ അവിടെ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കാണിച്ചൊക്കെ തരും എന്നല്ലാതെ അവിടെ ഞങ്ങൾ ഒരു ദിവസം പോലും വർക്ക് ചെയ്യാനോ ട്രെയിനിങ്ങിനോ നിന്നിട്ടില്ല. അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുള്ളിക്കാരി ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ഏത് യൂണിവേഴ്സിറ്റിയുടെ? മഹാരാജാസ്. അങ്ങനെ യൂണിവേഴ്സിറ്റി ഇന്ത്യയില്ലല്ലോ. കൂടി കയറ്റി അപ്പുറത്തൂടി കൊണ്ട് ഇപ്പുറത്തൂടി ഇറക്കി ഫ്ലൈറ്റ് കാണിച്ചു കൊടുത്ത് പരിചയപ്പെടുത്താൻ വേണ്ടി ഒരു ദിവസം കൊണ്ടുപോയതാണ്. അതിനു മുന്നേ ഞാൻ ഇവിടെ എല്ലാം വർക്ക് ചെയ്തിട്ടുണ്ടോ? എങ്ങനെ ഇരിക്കണം? എന്റെ പൊന്നോ, എന്തൊരു തള്ളാണോ! തള്ളി മുല്ലപ്പെരിയാർ. സത്യത്തിൽ എന്താ നിങ്ങളുടെ പ്രശ്നം? എനിക്കറിയാൻ പാടില്ല. എയർ ഇന്ത്യക്ക് ഇത് കാണണമെങ്കിൽ അമ്മ ഉള്ള പ്ലെയിനും കൂടി കിണ്ടിയെടുത്ത് വെള്ളത്തിൽ എറിയുമായിരുന്നു ഞാൻ. ഇതൊക്കെ എന്ത് തള്ളലടേ? ഇങ്ങനെ തള്ളല്ലേ, ഒരു മയത്തിലൊക്കെ തള്ളണം. ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന നാട്ടുകാർ ഇതൊക്കെ കുത്തിപ്പൊക്കി ഇതുപോലെ അടിക്കും. കൂടെ പഠിച്ച ലേഡിയാണ് പറയുന്നത്. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. ഇത്രേ ഉള്ളൂ. ഇതാണ് പുള്ളിക്കാരി വലിയ ജോലി ചെയ്തു എന്ന രീതിയിൽ പറയുന്നത്. അല്ല, നമ്മൾ ആരും ജോലി ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ തിരിച്ച് ഞങ്ങൾ ബസ്സിലാണ് വന്നത്. തിരിച്ച് ഞങ്ങൾ ഫ്ലൈറ്റിലല്ല വന്നത്, ബസ്സിലാണ് ട്രിവാൻഡ്രത്തേക്ക് വന്നത്. അങ്ങോട്ട് കൊണ്ടുപോയപ്പോ ഫ്ലൈറ്റ് ഒക്കെ പിടിച്ചിട്ട് കണ്ടല്ലോ, ഫ്ലൈറ്റ് ഇതാണ്, ഫ്ലൈറ്റിന്റെ പാർട്സ്, സീറ്റ്, ബെൽറ്റ് അതൊക്കെ പരിചയപ്പെടുത്തി കൊണ്ടുപോയി. തിരിച്ചു വന്നപ്പോ നേരെ കൊണ്ടിറക്കി ബസ്സിൽ. പാവം പിള്ളേര്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. ആരും എയർപോർട്ടിൽ വർക്ക് ചെയ്യാൻ കയറിയിട്ടില്ല. ഏതോ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കേട്ടോ. ആരും എയർപോർട്ടിൽ വർക്ക് ചെയ്യാൻ കയറിയിട്ടില്ല. ഏവിയേഷനാണ് പഠിച്ചത്, പക്ഷെ ആർക്കും എയർപോർട്ടിൽ ജോലി കിട്ടില്ല. അരിയും മുങ്ങി, മണ്ണെണ്ണയും മുങ്ങി, മാസം തോറും കിട്ടണ പഞ്ചസാരയും മുങ്ങി.